ത്രിയേക ദൈവത്തിന്റെ മഹത്വം ഞങ്ങളെ സൂമിലൂടെ കേൾക്കുന്ന എപ്പോഴപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പാരമ്പര്യം പറയുന്ന ഒരു സംഭവം ഞാൻ ഓർപ്പിച്ച് വേഗത്തിൽ വാക്കുകളിലേക്ക് മടങ്ങി വരുവാൻ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരിക്കൽ യേശുവും തന്റെ ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ഒരു നായ ചത്ത് നാറ്റം വെച്ച അവസ്ഥയിൽ കിടക്കുന്നതായി ഒരു പാരമ്പര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതിനെ ശിഷ്യന്മാരെല്ലാവരും പറഞ്ഞു, ഇത് എങ്ങനെ നമ്മൾ ഈ വഴി പോവുക, ഇത് ഭയങ്കര നമുക്ക് ശ്വസിക്കുവാൻ കഴിയാത്ത സ്മെല്ല് ഇതിൽ നിന്ന് വരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ വരിക, നിങ്ങള് ആ നായയുടെ തലവെട്ടിയിലേക്ക് നോക്കുകയെ, അതിന്റെ പല്ലുകൾ കണ്ടില്ലേ, എത്ര മനോഹരമായ പല്ലുകളാ എന്ന് പറയുവാനായിട്ടിടയായിട്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ ഓർപ്പിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ അഭിപ്രായം പറയും. എന്നാൽ ദൈവ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മൃഗത്തിന്റെ ആ പല്ലിന്റെ മനോഹാരിത കാണുവാനായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ശിഷ്യന്മാർക്ക് പോലും കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് എങ്ങനെ കഴിയും എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം നാളത്തെ ദിവസം നാളത്തെ ദിവസത്തെ കുറിച്ച് എന്താ പറയുന്നത്? അവിടെ അറിയാം. നാളത്തെ ദിവസത്തിൽ നമ്മൾ എന്താ പറയുന്നത്? നമുക്ക് പറയാൻ ഇഷ്ടം എന്താ? നമുക്ക് പറയാൻ ഇഷ്ടം ഗുഡ് ഫ്രൈഡേ എന്നാ. അതിനെ മലയാളത്തിൽ ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയും. എന്നാൽ ഗുഡ് ഫ്രൈഡേ എന്നാണ് അതിന് പറയുന്നത്. കാരണം ഇന്ന് നാളത്തെ ദിവസം പോലെ ഒരു വെള്ളിയാഴ്ച ദിവസം ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ ഓർമ്മ കൊണ്ടാടുന്ന ദിവസമില്ലായിരുന്നെങ്കിൽ അതൊരിക്കലും ഒരു ഗുഡ് ഫ്രൈഡേ ആയി തീരുമായിരുന്നില്ല. സകല മാനവജാതികളുടെയും വീണ്ടെടുപ്പിനായി മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്ന് തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുന്ന വലിയ സംഭവങ്ങൾ നടക്കുന്നതായ, അരങ്ങേറുന്നതായ ഒരു ദിവസമായിരുന്നു ഈ ദുഃഖ വെള്ളിയാഴ്ച. അതുകൊണ്ട് നമ്മളെപ്പോഴും അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഗുഡ് ഫ്രൈഡേയിൽ നമ്മൾ ചിന്തിക്കുന്നതായ ചില ചിന്തകള് വേഗത്തിൽ ഞാൻ ഓർപ്പിച്ച് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നോക്കിയത് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ആമേൻ. കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് 7 മൊഴികള് പറയുന്നുണ്ട്. ഞാൻ അഭിവാക്യത്തിൽ മാത്രം അത് ഓർപ്പിച്ച് നമ്മുടെ പ്രസംഗ വിഷയത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓർക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അവൻ കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ, ആമേൻ, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തില് അവന്റെ 1-ാമത്തെ മൊഴി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനിത് പറയാൻ കാരണം എന്നാണെന്ന് അറിയാമോ? പ്രിയപ്പെട്ടവരെ, ആമേൻ, 1-ാമത്തെ മൊഴിക്ക് വലിയ പ്രത്യേകതയുണ്ട്. ആമേൻ, ആ മൊഴി കർത്താവ് പറയുവാനായിട്ട് കാരണം മറ്റൊന്നുമായിരുന്നില്ല. തന്നെ ഉപദ്രവിച്ചവരായിട്ടുള്ള ആമേൻ പരീശന്മാരും സദൂക്യരും അന്നത്തെ മഹാപുരോഹിതന്മാരും ആമേൻ റോമ പടയാളികളും ആമേൻ തന്നെ ഉപദ്രവിക്കുമ്പോൾ എന്റെ കർത്താവിന് ക്രൂശിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ കഴിയുള്ളൂ. 22-ാം സങ്കീർത്തനം നമ്മൾ ധ്യാനിച്ചപ്പോൾ ആ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെയാണ് കാണുന്നത്. നമ്മൾ വായിച്ചത്, പിതാവേ, ഇതിനകത്ത് എന്നാൽ പിതാവേ ഇവർ ചെയ്യുന്ന ഇന്നതെന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അവിടെ പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് വിശുദ്ധ ലൂക്കോസ് പറയുകയാണ്. 23-34
22-ാം സങ്കീർത്തനത്തില് ഇതെല്ലാം ഉണ്ട്. ഈ വാക്കുകളെല്ലാം ഇതിനകത്തുണ്ട്. കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ക്രൂശീകരണ സങ്കീർത്തനമാണ് 22-ാം സങ്കീർത്തനം. വീട്ടിലിരിക്കുന്നവരൊക്കെ ഒന്ന് ധ്യാനിക്കണം, ഒന്ന് വായിക്കണം. ഇതെല്ലാം കർത്താവ് അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എങ്ങനെ പറയാൻ കഴിയും? എങ്ങനെ പറയാൻ കഴിയും? നമ്മളെ ആമേനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നവർ, നമ്മളൊക്കെ വിരോധമായി സംസാരിക്കുന്നവർ, ആമേൻ, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. നമ്മൾ പകരം ചെയ്യുന്നവരാ. അത് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവമാ. നമുക്ക് പകരം ചെയ്യുവാൻ അനുവാദമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളൊരു കാര്യം മറന്നു പോകരുത്. എന്റെ കർത്താവിനെ തുപ്പിയവരുണ്ട്, അവന്റെ മുഖത്തടിച്ചവരുണ്ട്, അവന്റെ മാറിൽ കുത്തിയവരുണ്ട്, ചാട്ടമാരുണ്ട്, അടിച്ച റോമപ്പടയാളികളുണ്ട്. എന്നാൽ എന്റെ യേശു കാൽവരിയിൽ തന്നെ ക്രൂശിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്ത പീലാത്തോസ് ഉണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് കാൽവരിയിൽ കിടന്നുകൊണ്ട് ഒന്നാമത് പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതേ എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തെ കൂടാതെ ജീവിച്ചവരായിരുന്നു നമ്മൾ. എന്നാൽ ദൈവത്തെ വാസ്തവമായി നമ്മൾ രുചിച്ചറിഞ്ഞപ്പോൾ അവനെ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എന്നോട് പാപം ചെയ്തവരോ എന്റെ കർത്താവേ നീ അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ, എന്നെ ഉപദ്രവിച്ചവർ, എന്നെ നിന്ദിച്ചവർ, എന്നെ പരിവാസ വാക്കുകൾ കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിച്ചവർ, അവരെ നോക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയാനായിട്ട് കഴിയണം. നമ്മുടെ സ്തെഫാനോസിനെ നോക്കുക. സ്തെഫാനോസ് കർത്താവിന് വേണ്ടി മരിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. സ്തെഫാനോസ് എന്താ കുറ്റം ചെയ്തത്? ആമേൻ. ജീവിച്ചിരിക്കുന്ന, അതെ, ഇന്നും ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്ന ഒരു കുഴപ്പം മാത്രമേ സ്തെഫാനോസ് ചെയ്തുള്ളൂ. എന്നാൽ യഹൂദന്മാർക്ക് അത് പിടിച്ചില്ല. അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവർ സ്തെഫാനോസിനെ പിടിച്ചു കല്ലെറിയുവാൻ തക്കവണ്ണം ഒരു മലയുടെ മുകളിൽ നിർത്തുകയാണ്. അവനെ കല്ലെറിയുകയാണ്. അപ്പോൾ വേദന സഹിക്കാൻ കഴിയത്തില്ല ഒരു മനുഷ്യ ശരീരത്തിൽ. എന്നാൽ അവനെ ഇങ്ങനെയാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അവൻ പ്രാർത്ഥിക്കുവാൻ അവന് കഴിഞ്ഞത് എന്താണെന്നറിയാമോ? അവന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞത്, അവൻ ആത്മാവിൽ നിറഞ്ഞു. ഞാൻ അനുഭവിക്കുവാൻ പോകുന്ന വേദനയുടെ ആ ശക്തി എനിക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും? പക്ഷെ ആത്മാവിൽ അവൻ നിറഞ്ഞപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അവനൊരു കാര്യം കണ്ടു. പിതാവിന്റെ വലത്ത് ഭാഗത്ത് പുത്രൻ തമ്പുരാൻ ഒരു ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. അപ്പോൾ അവന് ധൈര്യമായി, എന്റെ ആത്മാവിനെ പർദീസയിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം എന്റെ യേശു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് അവന് ബോധ്യപ്പെടുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അവനിങ്ങനെ പറയുകയാണ്, ഇവരുടെ പാപം ഇവരുടെ മേൽ നിർത്തരുത് എന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ, സ്തെഫാനോസ് പറഞ്ഞുവെങ്കിൽ, നമ്മളെ ഉപദ്രവിക്കുന്നവർ, ആമേൻ, അവരോട് നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനി എന്ന പേരിന് യോഗ്യതയുള്ളവരല്ല. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, അവർക്ക് വരുന്ന കഷ്ടങ്ങൾ, യേശുവിന്റെ നാമത്തിൽ വരുന്ന ക്രൂശുകള്, ആമേൻ, അവർ വഹിക്കേണ്ടവരാണ്. അത് ചുമന്നുകൊണ്ട് ആമേൻ സന്തോഷത്തോടെ ആമേൻ നമ്മുടെ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ നമ്മൾ ഓടേണ്ടവരാണ്. ഇവിടെ നമ്മൾ കാണുക, എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുവാനായിട്ടിടയായി. യെശയ്യാവ് 53:12 ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തന്റെ പ്രാണനെ, യെശയ്യാവ് 53:12. അതുകൊണ്ട് ഞാൻ അവനെ മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും
അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി അവൻ തന്റെ പ്രാണനെ മരണത്തിൽ മരണത്തിൽ മരണത്തിലേക്ക് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ അപ്പൊ നോക്കിയേ, ഒരു കുറ്റവും ചെയ്യാത്തവൻ അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെടുകയാണ്. എന്നാൽ ഇതെന്തിനു വേണ്ടിയായിരുന്നു? അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ അതിക്രമക്കാരോടുകൂടി എണ്ണപ്പെട്ടത് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കേണ്ടതിനാ, എന്നെയും നിങ്ങളെയും സ്നേഹിക്കേണ്ടതിനാ. ആമേൻ. അതുകൊണ്ട് നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു. ആമേൻ. ഉപവാസ പ്രാർത്ഥന 1, 2, 3, 4 ആമേൻ ധ്യാനം. ആമേൻ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ 3, 4, 5, 6 അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർത്തു പോവുകയാണ്. 50 എന്ന് പറയുമ്പോൾ എന്ന് പറയും. എന്താ അറിയാമോ? 50 എന്ന് പറയുമ്പോൾ കുപ്പി പൊട്ടിക്കും. അദ്ദേഹം പറഞ്ഞ എങ്ങനെയാ? ടിപ്പ് എന്ന് പറയും. അതോടൊക്കെ അദ്ദേഹം പറഞ്ഞ കുപ്പി പൊട്ടിക്കും. ഉടനെ അദ്ദേഹം ഓർത്തഡോക്സ് പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരച്ഛൻ പറഞ്ഞു, നിക്ക് പറയാൻ വരട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം നിർത്തിയപ്പോ അച്ഛൻ പറയുക, ഞങ്ങളുടെ ആൾക്കാർ എങ്ങനെയാണെന്നറിയാമോ? 1, 2, 3, 4 ഇങ്ങനെ എണ്ണിട്ട് 49 വരുമ്പോൾ കുപ്പി പൊട്ടും. ദൈവത്തിനു 50 നോയമ്പല്ലേ? അപ്പൊ 49 വരുമ്പോ കുട്ടി പൊട്ടിക്കും. എന്നാ കാരണം? 6 മണി കഴിയുമ്പോൾ പുതിയ ദിവസമായി കഴിഞ്ഞു, ഇനിയും നമുക്ക് കുപ്പി പൊട്ടിക്കാം എന്ന് അച്ഛൻ പറഞ്ഞു എന്ന് ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? 50 ദിവസം കഴിയുമ്പോൾ നീ പാപത്തിലേക്ക് പിന്നെയും ആ വഴുതി വീഴുവാനല്ല, പാപത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നിന്റെ കാലുകളെ ആമേൻ കരകറ്റുവാൻ തക്കവണ്ണം നിന്റെ വലങ്കരത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എന്നെയും നിങ്ങളെ ഓർപ്പിപ്പാൻ വേണ്ടിയാ. ജഡത്തിന്റെ മോഹമാണ് മറ്റേതൊക്കെ, എന്നാൽ ആമേൻ ആത്മാവിന്റെ മോഹമോ എന്റെ കർത്താവായിരിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകണമെന്നുള്ളതാണ്. അതുകൊണ്ട് ആമേൻ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആമേൻ രണ്ടാമത്തെ കർത്താവിന്റെ മൊഴി ഇതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 42-ാം വാക്യത്തിൽ പറയുന്നു. ആമേൻ. പിന്നെ അവൻ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. കാൽവരി ക്രൂശില് ആമേൻ വലത്ത് ഭാഗത്ത് കിടന്ന കള്ളൻ പറയുകയാണ്, ആമേൻ പിന്നെ യേശുവേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. വലിയ പ്രാർത്ഥനയൊന്നുമല്ല, ഒരു ചെറിയ പ്രാർത്ഥന. പക്ഷേ ആ ഭാരം നമ്മളെ വിശദീകരിക്കുവാനുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ട് വിടുകയാണ്. ആ ചെറിയ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചതായി തുടർന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിലാ. ആമേൻ. യേശു തന്റെ അമ്മയെയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് അമ്മയെ വിളിച്ചിട്ട് പറയുക, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. അപ്പൊ അവരോട് തപ്പച്ചു 25, 26. യേശുവിന്റെ ക്രൂശിന്റെ അരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ട് സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. പിന്നെ ശിഷ്യനോട് യോഹന്നാനോട് പറയുകയാണ്, ഇതാ നിന്റെ അമ്മ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന് അമ്മയും ദൈവത്തിന്
സ്വത്രം ഒരമ്മയുണ്ടായിരുന്നുള്ളൂ എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമായത്. ആമേൻ. എന്റെ ക്രിസ്തുവിന്റെ മാതാവായിരുന്ന മറിയയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നെങ്കിൽ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു. എന്നാൽ തന്റെ അരുമ ശിഷ്യനായ യോഹന്നാന്റെ കയ്യിലാ അമ്മയെ ഏൽപ്പിക്കുന്നത്. ഞാൻ മുൻപോട്ട് പോകട്ടെ. അവിടെ പറയുക, ആമേൻ, യേശു തന്നെ അമ്മയെയും താൻ സ്നേഹിച്ച മൂവി താന് സ്നേഹിച്ച അമ്മയെ ശിഷ്യനെയും കണ്ടിട്ട് പറയുക, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് പറഞ്ഞു. ശിഷ്യനോട് എന്നാ പറയുന്നേ? ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. നാലാമത് ആമേൻ 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ആമേൻ. മത്തായി 27, 45, 46 വാക്യങ്ങളില് പറയുന്നുണ്ട്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. അതെ, ഏലി ലമ്മ ശബക്താനി ശബക്താനി എന്ന് ഉറക്കെ നിലവിളിക്കുക. ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് പോകേണ്ടതുകൊണ്ട്. നാലാമത് പറയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്നെ കൈവിട്ടത്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ബാസ് കുറച്ചത് ബാസ് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ശാലം കൂളിക്കൂട്ട് ബാസ് കൊടുക്കും, ബാസ് കൊടുക്കും. ഹലോ, കൂട്ട് കൂളിയും കൂട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുത്തിയുടെ തന്നെ കുത്ത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മതി മതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മള് ഓർക്കുക, ആമേൻ, ദൈവത്തിന് സ്തോത്രം. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബന്ധനങ്ങൾ ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും. ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ പ്രതികൂലങ്ങളിൽ പതറുന്നവരല്ല ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നാലാമത് പറയുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ലോകത്തിലാകമാനമുള്ള ക്രിസ്ത്യൻ സമൂഹം മുഴുവനും നാളെ ധ്യാനിക്കുന്നതായ മനോഹരമായ ഒരു ഭാഗമാണ്. എന്നാൽ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകുവാനുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗം മുൻപോട്ട് പോവുകയാണ്. അഞ്ചാമതായിട്ട് അതിന്റെ ശേഷം യേശു പറയുകയാണ്, സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നെന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. ആമേൻ. ഇവിടെ നമ്മൾ ഓർക്കണം, ആറാമതായിട്ട് ആമേൻ, കർത്താവ് പറയുകയാണ്, ആമേൻ, സകലതും നിവൃത്തിയായി. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 23:46 പറയുകയാണ്, യേശു അത്യുച്ചത്തിൽ, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു. പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 7 മൊഴികൾ നമ്മൾ കേൾക്കുവാനായിട്ടിടയായി. നാളെ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ ആമേൻ ധ്യാനമുണ്ടെങ്കിൽ, ഇന്ന് ധ്യാനമൊന്നും അങ്ങനെ ഇല്ല. ധ്യാനമുണ്ടെങ്കിൽ കേൾക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും. എന്നാൽ വ്യത്യസ്തമായ ഒരു ചിന്തയിലേക്ക് കടന്ന് വന്ന് വേഗത്തിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും കർത്താവിൽ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞ 7 മൊഴികൾ മറന്നു പോകരുത്. ഒന്നാമത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് കർത്താവ് കാൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് തന്റെ വേദനയുടെ മൂർധന്യത്തിൽ വേദന വകവെക്കാതെ സകല മാനവജാതിയുടെയും വീണ്ടെടുപ്പിന് വേണ്ടി താൻ തയ്യാറായതുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ആമേൻ. ദൈവത്തിന് അതാണ് ഒന്നാമത്തെ ആമേൻ മൊഴി. നമുക്കറിയാം, ഒരാളുടെ മരണാസമയങ്ങളിൽ പറയുന്ന മൊഴിക്ക് വലിയ പ്രാധാന്യതയുണ്ട്. എന്നാൽ ഈ ഭൂലോകത്തിന്റെ ഉടമസ്ഥനായിരിക്കുന്ന, ഈ ഭൂലോകത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന യേശു ക്രിസ്തു പറയുന്ന വാക്കുകൾക്ക്
അതിലെത്രയോ വിലയുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. രണ്ടാമത് ഒരു കള്ളന് ദൈവത്തോട് ചോദിക്കുകയാണ്, നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന്, അതേ നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുകയാണ്, നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. മൂന്നാമത് തന്റെ അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യന്റെ ഏൽപ്പിക്കുന്നതായിട്ടാണ് മൂന്നാമത്തെ മൊഴി. നാലാമത്തെ മൊഴി, ആമേൻ, ദൈവത്തിന് സ്തോത്രം കണ്ടു. നമ്മൾ കണ്ടു, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടുന്നത്. എവിടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ കൈവിടുന്നൊരു ദൈവമല്ല വിശ്വാസികളായ നമ്മുടെ അനുഭവത്തിൽ. എന്നാൽ ആമേൻ, കർത്താവിന്റെ അനുഭവത്തിൽ അവനെ കൈവിട്ട മതിയാകത്തുള്ളൂ. എന്തിനാണെന്നറിയാമോ? ഈ പാവപ്പെട്ട എന്നെ വീണ്ടെടുക്കാൻ, ബലഹീനായ എന്നെ വീണ്ടെടുക്കാൻ, നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ എന്നൊക്കെ വേണം. ആമേൻ, കർത്താവിനെ കൈവിട്ടേ മതിയാകത്തുള്ളൂ. ആമേൻ. അഞ്ചാമതായിട്ട് ഞാൻ ഓർപ്പിച്ചു, അതിനുശേഷം സകലതും തികഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. വിശദീകരിപ്പാൻ സമയമില്ല. ആറാമത് പറയുന്നു, സകലതും നിവൃത്തിയായി. ഏഴാമത് പറയുകയാണ്, പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ദുഃഖ വെള്ളിയാഴ്ചയില് നമ്മൾ ചിന്തിക്കുവാനുള്ളൊരു വചനമാ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. ഒന്നുകൂടെ കർത്താവിനോട് ചേർന്ന് വരുവാൻ, ഒന്നുകൂടെ കർത്താവിനോട് അടുത്തു വരുവാൻ ആ സംഭവം നമ്മൾക്കിടയാകട്ടെ. ദുഃഖ വെള്ളിയാഴ്ച ഞാൻ ഓർപ്പിച്ചു, അതിനെ ഗുഡ് ഫ്രൈഡേ എന്നാ പറയുന്നത്. മലയാളത്തിൽ ദുഃഖ വെള്ളിയാഴ്ചയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കും അത് ഗുഡ് ഫ്രൈഡേയാ. അങ്ങനെ ഒരു ദിവസമില്ലായിരുന്നെങ്കിൽ 2000 വർഷങ്ങൾക്ക് അപ്പുറം എന്റെ കർത്താവ് ഒരു ദുഃഖ വെള്ളിയാഴ്ച തന്റെ ജീവൻ ബലിയർപ്പിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്നും അത് ആമേൻ ജീവിതത്തിൽ ഒരു ഗുഡ് ഫ്രൈഡേ ആകുവാൻ ഇടയാകാതെ വണ്ണം നമ്മൾ പാപത്തിൽ തന്നെ ജീവിച്ച്, പാപത്തിൽ മരിച്ച്, പാപത്തിൽ തന്നെ നിത്യനരകത്തിലേക്ക് പോകുമായിരുന്നു. എന്നാൽ ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് കാൽവരി ക്രൂശിലേക്കൊന്ന് നോക്കാം. നിങ്ങളൊന്ന് നോക്കിയാൽ, നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ടൊന്ന് നോക്കിയാൽ നമുക്ക് അവിടെ 4 കുരിശുകൾ ചുമന്നവരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്റെ ദൈവമേ അങ്ങേടുന്നേ എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, നിന്റെ ഇഷ്ടം എന്നിൽ. എവിടെവരെ ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് കാൽവരിയിലേക്ക് നോക്കിയാൽ നമ്മുടെ ആത്മീയ കണ്ണുകൾ കാൽവരിയിലേക്ക് ഉയർന്നിരിക്കട്ടെ. 4 കുരിശാണ് നമുക്ക് കാൽവരിയിലുള്ള യാത്രയില് കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ. അവിടെ ഇങ്ങനെ പറയുകയാണ്, 4 പേരും ജീവിതത്തിൽ വഹിക്കേണ്ടി വരുന്ന കഷ്ടതയാകുന്ന കുരിശിനോട് ആ 4 പേരുടെയും പ്രതികരണങ്ങൾ വ്യത്യസ്തമായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 4 പേരും ചതുർവിധ പ്രതികരണങ്ങളെ അവിടെ പ്രതിദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ, ആമേൻ, കുരിശ് ചുമന്ന ഒരാളെ കുറിച്ച് നമുക്ക് വേഗത്തിൽ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം. അവൻ അനുദപിക്കാത്ത കള്ളനാണ്. ലൂക്കോസ് 23-ാം അധ്യായം 39-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, അനുദപിക്കാത്ത ഒരു കള്ളൻ ക്രൂശ് ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആദിയോടന്തം മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞതല്ലാതെ അവന്റെ കുറ്റത്തെ അഥവാ അവന്റെ ഭാവത്തെ കുറിച്ച് ഓർക്കുകയോ പശ്ചാത്താപിക്കുകയോ ചെയ്യാതെ, വിമോചനം കണ്ടെത്താൻ കഴിയാതെ അവൻ ശാപത്തിന്റെ കുരിശ് ചുമക്കുകയാ. നോക്കിയേ, ഒന്നാമത്തെ കള്ളനെ പോലെ അവൻ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട്, എന്റെ ജീവിതം ആമേൻ ഇങ്ങനെയായി പോയല്ലോ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നെന്ന് പറഞ്ഞ് ആമേൻ ഇങ്ങനെ ഞാനിതാ ഏറ്റവും നിന്ദമായ ക്രൂശിനെ ചുമന്നുകൊണ്ട് കാൽവരിയിൽ ഞാൻ മരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോകുമ്പോഴും അവൻ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നവനാ. അവന്റെ കുറ്റം എന്താണെന്ന് അവൻ ഓർക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവന്റെ കുറ്റത്തെ കുറിച്ച് ഓർക്കണം. ഇന്ന് പകൽക്കാലം, നാളെ ഒരു ദുഃഖ വെള്ളിയാഴ്ചയുടെ ഒരു നീണ്ട ദീർഘ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളെ സംബന്ധിക്കുവാൻ ദൈവം ആയുസ്സ് തന്നാൽ നമുക്കതിന് കഴിയും. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ആശാഴ്ചയിലൂടെ കടന്നു പോകുക.
കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് നമ്മുടെ വിശുദ്ധ കുർബാന രൂപത്തിലൂടെ കടന്നുപോയവരാണ്. എന്നാൽ ഒന്നാമത്തെ കള്ളനെ പോലെ അനുദപിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ സന്തോഷമാണ്, ഈ ലോകത്തിലെ സന്തോഷമാണ് എല്ലാം എന്ന് കരുതി ജീവിക്കുന്നുവെങ്കിൽ ആമേൻ, നിങ്ങൾ മറന്നു പോകരുത്. അനുദപിക്കാത്ത കള്ളന് സമനാണ് ഞാനും നിങ്ങളും അങ്ങനെയാണെങ്കിൽ എന്നിവിടെ ഓർപ്പിക്കുകയാണ്. അവന് എന്താ സംഭവിച്ച്? അവൻ പശ്ചാത്തപിച്ചില്ല, അവൻ അനുദപിച്ചില്ല, മറ്റുള്ളവരെ കുറ്റം പറയുകയായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രിസ്തുവിലൂടെ ഒരു വിമോചനമുണ്ടെന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിയാതെ ആമേൻ, ശത്രുവായവൻ അവന്റെ കണ്ണിനെ ആത്മീയ കണ്ണിനെ കുരുടാക്കി തീർത്തു. ആമേൻ, അങ്ങനെ അവന് ആ ക്രൂശ് ചുമന്നുകൊണ്ട് കടന്നു പോവുകയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ, എന്നാൽ ഞാൻ അവസാനം ഓർപ്പിക്കുക, അവന്റെ ചുമട്ടുകൂലി മരണവും നരകവുമായിരുന്നു. നമുക്ക് ഓർക്കുമ്പോൾ പ്രയാസമുണ്ട്. അവന് ലഭിച്ച ചുമട്ടുകൂലി എന്തായിരുന്നു? അവന് മരണം ലഭിച്ചു കാൽവരി ക്രൂശിൽ. മാത്രമല്ല അവന് നരകവും ലഭിച്ചു. അതുകൊണ്ടാണ് പിതാക്കന്മാർ വളരെ വ്യക്തമായി പറയുന്നത്, ഓരോ വിശ്വാസിയും എന്ത് പറയണം? അവിശ്വാസികളും പറയുന്നത് പിതാക്കന്മാർക്ക് ഇഷ്ടം തന്നെയാ. എന്ത് പറയണം? നിനക്കൊരു മരണമുണ്ട്. അനേക ആളുകൾ കരുതുന്നത് എന്താണെന്നറിയാമോ? അനേക ആളുകൾ കരുതുന്നത് ഇങ്ങനെയാ, ഭൂമിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ അവനൊരു ദരിദ്രനാണെങ്കിൽ അവന്റെ നരകം ഇതാണ്, ഭൂമിയാണ് അവന്റെ നരകം എന്ന് പറയും. അവൻ സമ്പന്നന്മാരെ നോക്കിക്കൊണ്ട് കുറ്റം പറയുകയാണ്, അതേ അവനാണ് സ്വർഗത്തിൽ വസിക്കുന്നവനെന്ന്. എന്നാൽ സ്വർഗവും നരകവും ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് നാം ഓരോരുത്തരുമാ. ഇല്ലായ്മയുടെ നടുവിൽ ദൈവം നമ്മളെ പരിപാലിക്കുന്നെന്ന് വിശ്വസിച്ചാൽ ഈ ഭൂമി നമുക്കൊരു സ്വർഗമാക്കി മാറ്റുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒന്നാമത്തെ കള്ളന്റെ പ്രത്യേകത എന്താണ്? അവന് ആ ക്രൂശ് ചുമന്ന്, ആ ഭാരമേറിയ ക്രൂശ് ചുമന്നുകൊണ്ട് അവൻ കാൽവരിയിലേക്ക് പോകുമ്പോൾ അവൻ മറ്റുള്ളവരെ പഴിക്കുക. അവന് പഴിക്കാൻ കാരണമുണ്ട്. ഞാന് മോഷ്ടിച്ചവനായിരുന്നു, അവൻ വീണ്ടും മോഷ്ടിക്കാൻ തയ്യാറായിട്ടുള്ളവനാ, വീണ്ടും അങ്ങനെ തന്നെ ജീവിക്കാൻ തയ്യാറായിട്ടുള്ളവനാ. അതായിരുന്നു അവന്റെ പരിതാപം. അതിനവന് കഴിയുകയില്ലോ എന്ന് അവൻ ചിന്തിച്ചത് കൊണ്ടാണ് അവന്റെ പാപത്തെ കുറിച്ച് അവൻ ഓർക്കാതെ പോയത്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മുടെ പാപത്തെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിനായി എനിക്ക് നിങ്ങൾക്ക് ഒരുങ്ങുവാൻ കഴിയണം. അല്ലെങ്കിൽ കള്ളന് ലഭിച്ച അതേ ചുമട്ടുകൂലിയുടെ പ്രതിഫലം എന്നോണം അവന് മരണം ലഭിച്ചു. അവൻ കാൽവരി ക്രൂശിൽ ക്രിസ്തുവിനെ പോലെ അവനോട് തൂങ്ങി മരിക്കേണ്ടതായിട്ട് വന്നു. എന്നിട്ട് ഇനി അവന് ലഭിക്കുവാൻ പോകുന്നത് നിത്യമരണമാണ്. 1007 വർഷം കഴിഞ്ഞ് അവനെയും ന്യായവിധിക്കായി കൊണ്ടുവരുമ്പോൾ അവനെ കുറ്റം വിധിച്ച് അവൻ രക്ഷിക്കപ്പെടായ കൊണ്ട്, അവന് സാഹചര്യം ഒരുക്കിയിട്ടും രക്ഷിക്കപ്പെടായ കൊണ്ട് അവനെ കുറ്റം വിധിച്ച് നരകത്തിലേക്ക് തള്ളുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ കുരിശ് ചുമന്ന കള്ളനെ കുറിച്ച് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 40-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ആമേൻ. രണ്ടാമത്തെ കുരിശ് ചുമന്ന മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവൻ യേശു കർത്താവിന്റെ സ്വഭാവ വിശേഷവും കർത്താവ് ആരാണെന്നും കർത്താവിന്റെ രാജത്വവും തിരിച്ചറിയുവാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് അവന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, പാപികളും ദോഷികളുമായിരുന്നു നമുക്ക് നമ്മുടെ കർത്താവിന്റെ ദൈവത്തിന് സ്തോത്രം അവന്റെ സ്വഭാവ വിശേഷങ്ങള് നിങ്ങൾ നോക്ക്. അവന് പട്ടണ പ്രവേശനത്തിൽ അവസാന ദിവസം അവൻ കടന്നുപോയത് ഏറ്റവും ബലഹീനമായ കഴുതപ്പുറത്ത, ആളുകൾ നിന്ദിക്കപ്പെട്ട കഴുതപ്പുറത്ത അവൻ താഴ്മയും വിനയവും ധരിച്ചവനാ. അതുകൊണ്ടൊരു വിശ്വാസി എന്ത് ചെയ്യണം? ആമേൻ. രണ്ടാമത്തെ കള്ളനെ പോലെ എന്റെ കർത്താവിന്റെ സ്വഭാവ വിശേഷങ്ങള് അവൻ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ നമുക്കും ആമേൻ പാപത്തിന്റെ ശമ്പളമാകുന്ന മരണവും നിത്യനരകവും ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കർത്താവിന്റെ പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കി അവനെ അടിച്ചവരോട് എന്റെ കർത്താവ് ഒരു വാക്കും എതിർത്ത് പറഞ്ഞില്ല.
അവന്റെ ചെള്ളക്ക് അടിച്ചിട്ട് പറഞ്ഞു, നിന്നെ അടിച്ചവനാരെന്ന് എന്റെ കർത്താവിനറിയാം. അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായ. അതുകൊണ്ട് എന്റെ കർത്താവിന് നല്ലവണ്ണം അറിയാം ആരാണ് എന്നെ തല്ലിയെന്നറിയാം. എന്നാൽ കർത്താവിന് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ വേണമെങ്കിൽ മടങ്ങി വരട്ടെ. അതാണ് കർത്താവിന്റെ ആഗ്രഹം. എന്നെ കുറിച്ച് വ്യക്തമായ ആരംഭം മുതൽ അറിയാം. എന്നിട്ട് അവൻ എന്നെ തല്ലിട്ട് പറയുകയാണ്, എന്റെ ദൈവത്തിന് സ്തോത്രം, നിന്നെ തല്ലിയവൻ ആരെന്ന് പറ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ കർത്താവ് കൽവരി ക്രൂശിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിന്റെ വലത്ത് ചെകിടത്തടിച്ച നിന്റെ ഇടത്തെ ചെകിട് നീ കാണിച്ചു കൊടുക്കണം. അത് വടക്കേ ഇന്ത്യയിലൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ഉപദ്രവിക്കുമ്പോൾ ഒരു വാക്കുപോലും അവരെതിര് പറയുകയില്ല. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് സഹിച്ച കഷ്ടത്തിന്റെ 4 പോലും ഞാൻ സഹിക്കുന്നില്ലെന്ന് ആ വിശ്വാസികൾക്കറിയാം. അവരെ ആർക്കും മടക്കി വരുത്താൻ കഴിയുകയില്ല. കാരണം അവർക്ക് സ്വമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളെ കൊല്ലാം, അതിനവർക്ക് സന്നദ്ധത. ആമേൻ. എന്നാൽ അവർക്കൊന്നറിയാം, ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ആയുസ് ഏറെയായ 70 വയസ്സ്, 80, ഏറെയാൽ 80. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുമെന്ന് ഓരോ മിഷനുമാരും ഓരോ വിശുദ്ധന്മാർക്കും ഓരോ രക്തസാക്ഷികൾക്കും നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്താ കാര്യം എന്നറിയാമോ? സ്തെഫാനോസിന് വേണ്ടി അവന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ എഴുന്നേറ്റ് നിന്ന് യേശു ഓരോ ആമേൻ ദൈവത്തിന് സ്തോത്രം, ആമേൻ ആമേൻ ഓരോ രക്തസാക്ഷികൾക്കും വേണ്ടി പിതാവിന്റെ വലത്ത് ഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നവനാ കർത്താവ്. ആ ധൈര്യത്തിലാ. മാത്രമല്ല, ഒരു നിത്യമായ സ്വർഗം അവർക്കുണ്ടെന്ന്, ഒരു നിത്യമായ വാസസ്ഥലമുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എല്ലാ വിശ്വാസികൾക്കും അത് ഹൃദയത്തിൽ അത് വിശ്വാസമായി മാറുകയാണ്. നിങ്ങൾ ഓർക്കണം, അവന് യേശുവിന്റെ സ്വഭാവ വിശേഷങ്ങളെ തിരിച്ചറിഞ്ഞു. കർത്താവ് ആരാണെന്ന് മനസ്സിലായി. ആരാ കർത്താവ്? അവൻ യഹൂദന്മാരുടെ മിശിഹയാ. യഹൂദന്മാർ സ്വപ്നം കണ്ടിരുന്നത് അവര് ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ റോമാ നുഖത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു മിശിഹ വന്നവരെ വിടുവിച്ച് അവൻ രാജാവായി വാഴുമെന്ന് അവർ തെറ്റിദ്ധരിച്ചിരുന്നു. എന്നാൽ അവൻ രാജാവായി വാഴും, അതിന് യാതൊരു സംശയവുമില്ല. അവൻ 1000 വർഷം ഈ ഭൂമിയെ വാഴുമെന്ന് വേദപുസ്തകം അടിവരയിട്ട് സാക്ഷ്യം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ രണ്ടാമത്തെ കള്ളൻ അവന് നല്ലവണ്ണം ബോധ്യമുണ്ടായിരുന്നു. ഇവൻ മിശിഹയാണ്, യഹൂദന്മാരുടെ മിശിഹയാണ്. ഇവൻ രാജാവാണ്, ഇവൻ രാജത്വം പ്രാപിക്കുമെന്ന് വളരെ വ്യക്തമായി അവൻ അറിയാമായിരുന്നു. ആമേൻ. അതുകൊണ്ട് ആമേൻ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എനിക്കൊന്നു വേണം, സ്വർഗത്തിന്റെ പൗരത്വം വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണെന്ന് പറഞ്ഞത്. ഇവൻ കർത്താവിന്റെ ക്രൂശിന്റെ പാതയിലൂടെ കർത്താവിനെ മനസ്സിലാക്കിയപ്പോൾ, അല്ല വേണ്ട, ദൈവത്തിന് സ്തോത്രം, പീലാത്തോസ് അവനെ ചാട്ടവാർ കൊണ്ട് അടിക്കാൻ ഏൽപ്പിച്ചപ്പോൾ ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഇവന് ബോധ്യമായിരുന്നു അവനൊരക്ഷരം പോലും ഉരിയാടിയില്ല. പക്ഷേ അവൻ ഉരിയാടിയ ഒരു സന്ദർഭമുണ്ട്. ദേഷ്യപ്പെട്ട ഒരേ ഒരു സന്ദർഭം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. അന്നത്തെ മഹാപുരോഹിതന്മാർ ദൈവത്തിന്റെ ആലയം വാണിഭശാലയാക്കി മാറ്റിയപ്പോൾ അവൻ അവിടേക്ക് ചെന്നിട്ട് വാണിഭം ചെയ്യുന്ന ആളുകളുടെ മേശകളെ മറിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ പറഞ്ഞു, എന്റെ ആലയം പ്രാർത്ഥനാലയമാ, ഇതിങ്ങനെ നശിപ്പിക്കുവാനുള്ളതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വല്ലപ്പോഴുമൊക്കെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വേദനകളും സഹിഷ്ണുതകളും തരുന്നത് നിങ്ങൾ മറന്നു പോകരുത്. കർത്താവിൽ ഇല്ലാഞ്ഞിട്ടല്ല, അവനെന്നും ജീവിക്കുന്നവൻ തന്നെയാ. എന്നാൽ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ നിനക്ക് കഷ്ടതകളും പ്രയാസങ്ങളും തരുന്നെന്ന് നീ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ കഷ്ടത എന്തായി തീരുമെന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, കഷ്ടത സഹിഷ്ണുതയായി മാറും എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടത സഹിക്കാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ ചൊരിയും. കഷ്ടത സഹിഷ്ണുതയും സിദ്ധതയും ഇനി അതൊരു വിഷയമേ അല്ലെന്നുള്ള അവസ്ഥയിലേക്ക് ഒരു സിദ്ധത പ്രത്യാശയും ഉളവാക്കും. അതുകൊണ്ട് ക്രിസ്തു
നമ്മുടെ ജീവിതത്തിൽ തരുന്ന വേദനകളൊന്നും നമ്മൾ അതിന് കർത്താവിനോട് ചോദിക്കണ്ട. കർത്താവേ, എനിക്ക് എന്താ ഇങ്ങനെ വന്നെന്ന് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു വ്യക്തിയാ. എന്നാൽ ഇന്ന് എനിക്കറിയാം, അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അവനൊരു ഒരു കാര്യം ബോധ്യമായി. ഇവന് ആമേൻ മിശിഹയാണെങ്കിൽ ഈ ഒരു രാജ്യം സ്ഥാപിച്ച് അവിടെ വാഴുന്നൊരു ദിവസമുണ്ട് എന്നവൻ അറിയാം. അതുകൊണ്ട് അവനെ ആളെ ചോദിച്ചതൊരു ചെറിയ ചോദ്യമാ. കർത്താവേ യേശുവേ, നീ പറഞ്ഞു രാജത്വം എന്നെ കൂടെ ഓർക്കണം. അവസാന ചാൻസ് അവന്റെ. നമുക്ക് പ്രായം എത്രയായി? നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി. അമേൻ 50, 45, 40, 55, 60, 65, 70, 75, 80 ഒക്കെ ആയില്ലയോ? അമേൻ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇത്രയും അവസരങ്ങൾ ദൈവം തന്നില്ലയോ? എന്നാൽ കള്ളന് അവൻ ചെയ്ത പാപത്തിന്റെ കൂലി അവന് ലഭിക്കണമെന്ന് മരണശിക്ഷ അവൻ ലഭിച്ചേ മതിയാകത്തുള്ളൂ. എന്നാൽ നിത്യ നരകം പിന്നീട് ലഭിക്കുമെന്ന് അവൻ ഓർമ്മിച്ചത് കൊണ്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ എന്നെ കൂടെ ഓർക്കണമേ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. അങ്ങ് അത് പറഞ്ഞപ്പോ കർത്താവിന്റെ മറുപടി ഇൻസ്റ്റന്റാ അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മറുപടിക്ക് 3 വ്യവസ്ഥകളുണ്ട്. അമേൻ, ദൈവത്തിന് സ്തോത്രം. അമേൻ. 1, അമേൻ അപ്പോൾ തന്നെ മറുപടി, ഇൻസ്റ്റന്റ് ആയിട്ട് മറുപടി. 2, അല്പം വൈകിയ മറുപടി. 3-മതായിട്ട് കുറെ കാലം കഴിഞ്ഞ മറുപടി. എന്നാ കാര്യമെന്നറിയാമോ വിശ്വാസി? നീ ആദ്യം തന്നെ നിനക്ക് മറുപടി തന്നാൽ നീ ആ സൗഖ്യം പ്രാപിച്ചിട്ട് ദൈവത്തിന് നന്ദിയില്ലാത്തവരായി കുഷ്ഠരോഗികൾ, അമേൻ, അമേൻ, കുറെ യഹൂദന്മാര് അല്ലെ ആ കുഷ്ഠരോഗികൾ കുറെ പേർ നന്ദി പറയുവാൻ കടന്നു വരാതെ അവർ നന്ദിയില്ലാത്തവരായി ജീവിച്ചതുപോലെ ജീവിക്കും. അതുകൊണ്ടാണ് നീ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിനക്ക് മറുപടി തരാതിരിക്കും, നിങ്ങൾക്ക് മറുപടി തരാതിരിക്കുന്നെന്ന് മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് കർത്താവ് മറുപടി തരാതിരിക്കുന്നത് നമ്മോട് ഇഷ്ടക്കുറവ് കൊണ്ടല്ല, നമ്മോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല. അവൻ എന്നെയും നിങ്ങളെയും അവന്റെ സ്വർഗസന്നിധിയിൽ ചേർക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാ. എന്നാൽ ഇവിടെ നിങ്ങൾ ഓർക്കണം, ആ കള്ളൻ പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറയുമ്പോൾ അവൻ 1-മത്തെ മറുപടി ലഭിച്ചു. എന്താ? ആമേൻ, ആമേൻ. ഇന്ന് എന്തൊരു സന്തോഷം അല്ലേ? എങ്ങനെ ഈ സമയം പാടാൻ കഴിയില്ലത്? അവിടെ ഞാൻ പാടുന്നില്ല. നമ്മൾ വേദനയുടെ ആമേൻ കർത്താവിന്റെ കഷ്ടാനുഭവത്തോടുകൂടെ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ എങ്ങനെ പാടുവാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, എന്നാലും അന്ന് പാടുവാനായിട്ട് ആത്മാവ് പ്രേരിപ്പിക്കുകയാ. ആമേൻ, ഞാൻ പറയട്ടെ, അവിടെ പറയും, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, ഇന്ന്, നാളെയല്ല, ഇന്ന് തന്നെ ഞാൻ പർദീസയിലേക്ക് ഇറങ്ങിപ്പോവും. മരിച്ചുപോയ വിശുദ്ധന്മാരെ ചേർക്കുവാനായിട്ട് വരും. അപ്പൊ നീ എന്ത് ചെയ്യും? ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുന്നു പറഞ്ഞാൽ നീ മരിച്ചു കഴിയുമ്പോ, ഞാനും അല്പസമയം കഴിയുമ്പോ പിതാവിന്റെ കയ്യിൽ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ച് കഴിയുമ്പോൾ ഞാനും മരിക്കുകയാണ്. ആ സമയത്ത് പർദീസയിലേക്ക് നീ എന്നോടുകൂടെ പോകും. അപ്പൊ ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണം, ആ വാക്ക് കേട്ടപ്പോൾ ഒരു ഭക്തൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവന്റെ ഹൃദയത്തിലേക്ക് വലിയൊരു പ്രകാശരശ്മി കടന്നു വന്നു. ഓ സ്തോത്രം, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അവന്റെ ഉള്ളത്തിലേക്ക് ഞാൻ ഇന്ന് എന്നോടുകൂടെ നീ പർദീസയിലിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രകാശരശ്മി കടന്നു വന്നു. കാരണം അവനറിയാം, അല്പസമയം കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോകും, മരണത്തിനപ്പുറം എനിക്ക് നരകമാണുള്ളതെന്ന് അവനറിയാം. അവൻ യേശുവിനെ ശരിയായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, ആമേൻ. ദൈവത്തിന് അവന്റെ ഉള്ളിലേക്ക് ഈ വാക്ക് കേട്ടപ്പോൾ അവനെ കർത്താവ് വീണ്ടെടുത്തു എന്നുള്ള ആ വാക്ക് കേട്ടപ്പോൾ അവൻ പറയുകയാണ്, അവന്റെ ഹൃദയത്തിലേക്ക് വലിയൊരു പ്രകാശരശ്മി, ഒരു പ്രകാശം കടന്നു വന്നു. ആ പ്രകാശത്തിന്റെ പുറകാലെ ആ വേദനയുടെ നടുവിൽ അവന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം പെയ്യുന്നു. സ്വന്തം പറഞ്ഞ് അവന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം. കാരണം അവനും 3 കാര്യപാടികളാൽ കിടക്കുന്നവരാ. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അവന്റെ പ്രാണൻ അവന്റെ ശരീരത്തിൽ നിന്ന് പോകും. എന്നാൽ ഇവിടെ പറയുകയാണ്, അത്ര മനുഷ്യൻ ഇങ്ങനെ എഴുതിയിരിക്കുക, അവന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം ഒഴുകിയെത്തി.
ഹല്ലേലൂയ. ആമേൻ. അവനും ക്രിസ്തുവിനോടുകൂടെ പർദീസയിൽ ആകുവാൻ തക്കവണ്ണം പർദീസയിലായിരിക്കുന്ന ആമേൻ ആമേൻ ഭക്തന്മാരെ വീണ്ടും സ്വർഗീയ പർദീസയിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം അവനും അതിലൊരാളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. മൂന്നാമതായിട്ട് ക്രൂശ് ചുമന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ആകെ 3 പേരെ കുരിശ് ചുമന്നുള്ളല്ലോ. അല്ല, 4ാമതൊരാൾ കൂടെ കുരിശ് ചുമക്കേണ്ടതായിട്ട് വന്നു. ആ മൂന്നാമത്തെ ആളിനെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. അതെ, 3ാമത് കുരിശ് ചുമന്നത് ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പല ആളുകളും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അവർക്കറിയില്ല എത്ര പേര് ക്രൂശ് ചുമന്നു എന്നറിയത്തില്ല. ക്രൂശ് ചുമന്നത് 4 പേര്, മറന്നു പോകരുത്. അപ്പൊ 3ാമത് ക്രൂശ് ചുമന്ന ആളിനെ ഞാൻ ഓർപ്പിച്ച് മുന്നോട്ട് പോകാൻ വായിച്ചാൽ, അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു ക്രൂശ് ചുമപ്പിച്ചു യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. അവനെ കൊണ്ടുപോകുമ്പോൾ കർത്താവിനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവൻ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു. അവർ പിടിച്ചു ക്രൂശ് ചുമപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, അവൻ വയലിൽ വേല ചെയ്ത് മടങ്ങി വരികയാണ്. എന്നാൽ തലേദിവസം മുതൽ അത് പറയുമ്പോൾ ഇത് പറയാതെ പോകാൻ കഴിയുകയില്ല. ആമേൻ. പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും വിട്ടുപോയി. നമ്മുടെ കർത്താവിനെ എത്ര കോടതികളിലാ വിസ്തരിച്ചെന്നറിയാം? നമ്മുടെ കർത്താവിനെ 7 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. ആമേൻ. 1ാമത്തെ കോടതി ഏതായിരുന്നെന്നറിയാമോ? അത് ഹന്നായുടെ കോടതിയായിരുന്നു. അദ്ദേഹം മഹാപുരോഹിതനായിരുന്നു, മുൻ മഹാപുരോഹിതനായിരുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനെ 7 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചു. 2ാമത്തെ കോടതി അന്നാഫാവിന്റെ കോടതിയായിരുന്നു. അന്നാഫാവ് ആ കാലത്തിലെ മഹാപുരോഹിതനായിരുന്നു. ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അന്നാവിന്റെ അമ്മ, തന്റെ അമ്മായിപ്പനായിരുന്നു ആദ്യ കർത്താവിനെ മുൻ മഹാപുരോഹിതന് ആയിരിക്കുന്ന ഹന്നാവ്. എന്നാൽ 2ാമത് ഹന്നാഫിന്റെ കോടതി, അത് ഹന്നാവിന്റെ കോടതി എന്ന് പറയുമ്പോൾ ദൈവത്തിന് അന്നത്തെ മഹാപുരോഹിതനായ കോടതി, കയ്യാഫാവിന്റെ കോടതി. കയ്യാഫാവ് അന്നത്തെ മഹാപുരോഹിതനായിരുന്നു. ദൈവത്തിന് സ്വതന്ത്രം. 2 കോടതികളിലായി കർത്താവിനെ വിസ്തരിച്ചു. അത് കഴിഞ്ഞ് ഇനിയും വിസ്തരിക്കേണ്ടത് എവിടെ? അല്ല, സന്നിധി സംഘത്തിന്റെ അടുക്കല. സന്നിധി സംഘം എന്ന് പറയുമ്പോൾ യഹൂദന്മാരാണ് അവരെ വിസ്തരിക്കുവാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് യഹൂദന്മാരാലുള്ള 3ാമത്തെ വിധി സന്നിധി സംഘത്തിന്റെ അടുക്കിലേക്ക് അവനെ അയക്കണം. ദൈവത്തിന് സ്തോത്രം. സന്നിധി സംഘം എന്ന് പറയുമ്പോൾ തോറകളും അതുപോലെ ന്യായപ്രമാണങ്ങളും അരച്ചു കുടിച്ച് പഠിച്ചിട്ടുള്ള യഹൂദന്മാരെ കുറിക്കുകയാണ്. അവരുടെ ഒരു പ്രത്യേകമായ സഭയാണ്. അവിടെ കർത്താവിനെ ക്രൂശിക്കണം. അപ്പൊ 1ാമത്തെ അന്നാവ് അല്ലെങ്കിൽ അദ്ദേഹം വിസ്തരിച്ചപ്പോൾ ഒരു കുറ്റവും കണ്ടില്ല. കയ്യാഫാ വിസ്തരിച്ചപ്പോൾ ഒരു കുറ്റവും കണ്ടില്ല. ഇനിയും യഹൂദന്മാരുടെ കോടതിയാകുന്ന സന്നിധി സംഘത്തിന്റെ അടുക്കിലേക്ക് അയക്കണം. അപ്പൊ അത് വെളുപ്പിനെ വേണം അത് തുടങ്ങാനായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? കർത്താവിനെ ഒരു പ്രത്യേക ഗുഹയിലേക്ക് വലിച്ചു. ഞാനും ആ ഗുഹ പോയി കണ്ടു. ഞങ്ങൾക്കും കാണാൻ ഭാഗ്യം ലഭിച്ചപ്പോൾ ഒരു ചെറിയ ഗുഹയുടെ അടിയിൽ ഒരല്പ സ്ഥലമുണ്ടെങ്കിലും ആ ഗുഹ ചെറിയൊരു ദ്വാരമാണ്. ഒരു മനുഷ്യനെ മാത്രം ഇടാൻ കഴിയുന്ന ദ്വാരമാണ്. എന്നിട്ട് ഏണി വെച്ച് വേണം ആ ഇട്ടിരിക്കുന്ന ആളിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ. അപ്പൊ നിങ്ങൾ ഓർത്തോണേ, കർത്താവിനെ ആ ചെറിയ ഒരു ദ്വാരത്തിലൂടെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇടത്തക്കൊണ്ടുള്ളതായ ആ വൃത്തത്തിലൂടെ കർത്താവിനെ ആ ഗുഹയിലേക്ക് അവരിട്ടു. കാരണം കർത്താവിനെ പിടിച്ചുകൊണ്ട് ശിഷ്യന്മാരോ അല്ലെങ്കിൽ കർത്താവ് രക്ഷപ്പെടുകയോ ചെയ്യുമെന്ന് പേടിച്ച് പടയാളികൾ അവനെ അവിടെ ഇട്ടു. ഇന്ന് നമ്മളവിടെ ചെന്നാൽ അതിൻ്റെ ഒരു സൈഡിൽ പടവുകൾ പണിത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പടവുകളിലൂടെ ഇറങ്ങിച്ചെന്ന് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. ഇതിന്റെ പടവുകളിലൂടെ കയറി വരികയും ചെയ്യാം. എന്നാൽ അന്നത്തെ ആ വൃത്തം അതുപോലെ തന്നെയുണ്ട്.
പ്രിയപ്പെട്ടവരെ, വെളുപ്പിനെ സന്നിധി സംഘത്തിന്റെ അടുക്കൽ കർത്താവിനെ കൊടുക്കേണ്ടതിന് വേണ്ടി ആ ഗുഹയിലേക്ക് ഇടുവാനായിട്ട് ഇടയായി തീർന്നു. അവിടേക്ക് ഇടുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, അത് കണ്ടപ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും. കർത്താവ് അനുഭവിച്ച വേദന എത്ര വലുതാ! എനിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവ് ആ വേദന അനുഭവിച്ചെന്ന് ഓർക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തിന് നന്ദി പറയണം. എന്നിട്ട് നമ്മൾ കാണുകയാണ്, വെളുപ്പിനെ ഒരു പടയാളി ഇറങ്ങി ദൈവത്തിന് സ്തോത്രം കർത്താവിനെ കയറുകെട്ടി മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നോക്കിയേ, ഞാൻ പറയാൻ വന്നത് കർത്താവ് അനുഭവിക്കുന്ന വേദനകളെ കുറിച്ചാ ഞാൻ പറയാനായിട്ട് വന്നത്. അമേൻ മുകളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് സന്നിധി സംഘത്തിന്റെ എത്രാമത്തെയാണ് ഞാൻ പറഞ്ഞത്? മൂന്നാമത് സന്നിധി സംഘത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. അവരിവനെ കുറ്റം വിധിക്കുവാൻ നോക്കി. പക്ഷെ ഒരു കുറ്റവും കർത്താവിൽ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ എന്നാലും അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അവരെന്ത് ചെയ്തു? അന്നത്തെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാ. അപ്പൊ എത്ര? നാലാമത്തെ കോടതിയാ. പീലാത്തോസിന്റെ അടുക്കൽ കർത്താവിനെ കൊണ്ടുചെന്നു. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്, പീലാത്തോസ് അവനിൽ നോക്കിയിട്ട് യാതൊരു കുറ്റവും കാണാഞ്ഞതുകൊണ്ട് അന്നത്തെ ഇടപ്രഭുവായിരുന്ന ഹേരോദാവിന്റെ 5 കോടതികളായി അടുക്കിലേക്ക് അവനെ കൊണ്ടുപോവുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറന്നു പോകരുത്, ഹേരോദാവിനെ വിസ്തരിച്ചു, അനേക മണിക്കൂർ വിസ്തരിച്ചു. അവനിൽ ഒരു കുറ്റവും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ ഹേരോദാവ് ഇനി എന്ത് ചെയ്യും? തന്നെ അയച്ചവന്റെ അടുക്കിലേക്ക് വിടണം. 6ാമത്തെ കോടതി ദൈവത്തിന് ഹല്ലേലൂയ. അപ്പൊ 7ാമത്തെ കോടതി അത് പീലാത്തോസിന്റെ കോടതി. ദൈവത്തിന് സ്തോത്രം. പീലാത്തോസിന്റെ കോടതിയിൽ അവനെ വിസ്തരിച്ചു. പക്ഷെ യഹൂദന്മാർ ഉല്ലസിക്കുവാനായിട്ട് കാരണമായി തീർന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവനെ ക്രൂശിക്കണം എന്ന് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു വന്നതാ, 7 കോടതികളിൽ മാറി മാറി വിസ്തരിക്കപ്പെട്ടു നമ്മുടെ കർത്താവിനെ. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മേൽ ചൊരിഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മള് 3ാമത്തെ കുരിശ് ചുമന്നയാളിനെ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ദൈവാത്മാവ് ആ രൂപത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടത്. അവിടെ നമ്മൾ കാണുകയാണ്, കുറേനക്കാരനായ ശിമോൻ അവൻ വയലിൽ നിന്ന് കടന്നു വരികയാണ്. കർത്താവ്, ഞാൻ പറഞ്ഞത് കർത്താവിന്റെ ക്ഷീണാവസ്ഥ എത്ര വലുതാ. അവനെ ചാട്ടവാറ് കൊണ്ടടിച്ചു. പീലാത്തോസ് അടുപ്പിച്ചാണ് അവനെ ക്രൂശിപ്പാനായിട്ട് അവർക്ക് വിട്ടുകൊടുത്തത്. എന്നിട്ട് ആ ഗുഹയിൽ അവനെ കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് രാത്രിയിൽ ഭക്ഷണം ലഭിച്ചിട്ടില്ല, ഉറക്ക ക്ഷീണമുണ്ട്, എല്ലാം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഭാരമേറിയ കുരിശ്, ഒരു ജഡത്തിൽ അത് വഹിക്കുവാൻ കഴിയാവുന്നതിലപ്പുറമാ ഭാരമേറിയ ക്രൂശ് ചുമന്നുകൊണ്ട് ക്രൂശിന്റെ വഴിയിലൂടെ എന്റെ അരുമനാഥൻ നടക്കുമ്പോ പടയാളികൾക്ക് പോലും തോന്നി, തലയോടണമെന്ന സ്ഥലത്തേക്ക് അവിടെ വരെ ഈ ക്രൂശ് ചുമക്കാനുള്ള ശക്തി അവർക്കില്ലെന്ന്. എന്നാൽ എന്റെ ദൈവത്തിനുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. അവനത് ചുമന്നുകൊള്ളും. എന്റെ ഭാരം അവൻ ചുമന്നുകൊള്ളുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവരുടെ ഹൃദയത്തിൽ തോന്നി, കർത്താവിന് അത് ചുമക്കാൻ കഴിയില്ല. മാനുഷികമായി ചിന്തിച്ചപ്പോൾ ശരിയാണ്, അവൻ വീഴുന്നുണ്ട്, അവനത് എടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഉടനെ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുന്ന സന്ധ്യയാകുന്നതിന് മുമ്പ് ക്രൂശീകരിക്കണമല്ലോ. അതുകൊണ്ട് ഒരു മനുഷ്യനെ കണ്ടു, നല്ല ആരോഗ്യത്തിനായ കുറേനക്കാരനായ ശിമോൻ. അവനെ കണ്ടപ്പോൾ അവനെ ക്രൂശ് എടുക്കാൻ നിർബന്ധിച്ചു. അവൻ എടുത്തേ മതിയാകത്തുള്ളൂ. കാരണം എന്നാ പറഞ്ഞ് അവൻ എടുത്തേ മതിയാകത്തുള്ളൂ. കാരണം പറഞ്ഞത് റോമാ പടയാളികളാണ്. ഇല്ലേ, അവനോട് ജീവിക്കാൻ കഴിയത്തില്ല. അവനാ ക്രൂശ് ചെറുകയൊന്ന് വഹിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ മറന്നു പോകരുത്, 3ാമത് ക്രൂശ് ചുമന്നത് ആരായിരുന്നു? അത് ഞാനും നിങ്ങളും അതിന്റെ പ്രതീകങ്ങളാ. ജീവിതത്തിലെ കഷ്ടതയാകുന്ന ക്രൂശ് ചുമക്കേണ്ടവരാ. നമ്മള് വേർപാടാകുന്ന കുരിശ് ചുമക്കേണ്ടവരാ. നമ്മുടെ ജീവിതത്തിൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പറയരുത് എനിക്ക് എന്താണ് ഇത് വന്നതെന്ന്. അപ്പോൾ ആ കുരിശ് ചുമക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ എന്റെ ദൈവത്തിന് ഹിതമാണെങ്കിൽ വിടുവിക്കും, അല്ല എങ്കിൽ നമുക്ക് നിത്യതയിൽ ചെന്നെത്തുവാനായിട്ട് കഴിയും. അവൻ കുറേനക്കാരനായ ശിമോൻ ആ ക്രൂശ് ചുമന്നത് കൊണ്ട്
എന്ത് സംഭവിച്ചെന്നറിയാമോ? അവന് കർത്താവിനെ പരിചയമില്ല, അവൻ അപരിചിതനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ പിൻപേ അല്പദൂരം നടത്തി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അച്ഛൻ പാടിയതുപോലെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്താ ചെയ്യുക? യേശുവിന്റെ രക്തം കൊണ്ട് ഞാനൊരു തല്ലിപ്പൊളി ആയിരുന്നിട്ടൂടെ എന്നെ അവൻ മാറ്റിമറിച്ചു, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. കുറേനക്കാരനായ ശീമോന്റെ ജീവിതത്തെ അവൻ മാറ്റിമറിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കുടുംബം രക്ഷപ്പെട്ടു. അവനും കാരാഗൃഹ പ്രമാണിയും കുടുംബവും രക്ഷപ്പെട്ടതുപോലെ കുറേനക്കാരനായ ശീമോന് ബോധ്യം വന്നു, ഞാൻ ചുമന്നത് ഒരു യോഗ്യതയില്ലാത്തവനായിരുന്ന ഞാൻ ചുമന്നത് യേശുവിന്റെ ക്രൂശ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? അവന്റെ കുടുംബം മാത്രമല്ല രക്ഷപ്പെട്ടത്, അവന്റെ മക്കളായ അലക്സാണ്ടറും രൂഫോസും അനേകർക്ക് പ്രയോജനമുള്ളവരും കർത്താവിൽ പ്രസിദ്ധന്മാരായ ക്രൈസ്തവ നേതാക്കന്മാരായി. അപ്പൊ നമ്മളെ കുറിച്ച് ചുമന്നാൽ നമ്മുടെ തലമുറ ചുമന്നോളും. നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുത്താൽ മതി. നമ്മുടെ തലമുറ ചുമന്നോളും. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ തലമുറ ഇത് ചുമന്നോളും. ഭാരപ്പെടണ്ട. ഇതെല്ലായിടത്തും ഭാരമാണ്. എന്താ തലമുറകളെ ഓർത്ത് മയക്കുമരുന്നിനും അതുപോലെയുള്ള ചെയ്തികൾക്കും മനുഷ്യൻ അല്ലെങ്കിൽ തലമുറ ആ രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ശൈത്താന്റെ ആരാധനയാ ലോകത്ത് നടക്കുന്നത്. സാത്താന്റെ ആരാധനയുള്ള ആളുകളാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ മയക്കുമരുന്ന് വിപണനം ചെയ്യുന്നത്. എന്നിട്ട് ആ ആരാധനയിൽ അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ ആദ്യം തുടങ്ങിയത്. എന്നാൽ ഇന്ന് അവയത് ക്യാമ്പസുകളിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അത് ശത്രുവിന്റെ ഒരു പ്രവൃത്തിയാണ്. എന്തിനാണെന്നറിയോ? കർത്താവ് വരാറായി. അതിനു മുമ്പ് അവന്റെ ഭൂമിയിൽ മനുഷ്യരെ ചേർക്കേണ്ടതിന്, നരകത്തിലേക്ക് അവരെ അയക്കേണ്ടതിന് അവൻ ഒരുമ്പെട്ടിരിക്കുന്നത് കൊണ്ട് ലോകം മുഴുവൻ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് ലോകസ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാ. ദൈവത്തിന് ശ്രദ്ധ. അതുകൊണ്ട് ഒരമ്മയും അപ്പനും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുന്നവരായി തീരും. കഴിഞ്ഞ ദിവസങ്ങളിൽ 1-2 സഹോദരന്മാരെ പരിചയപ്പെടുവാനിടയായി. അദ്ദേഹത്തിന്റെ പിതാവ് വല്യപ്പന് ഒരു സുവിശേഷകനായിരുന്നു. ആ മകനൊരു സുവിശേഷകനായി തീർന്നു. അദ്ദേഹത്തിന്റെ മകനും സുവിശേഷകനായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം. സുവിശേഷം എന്ന് പറയുമ്പോൾ അവരെ ആളുകൾ കളിയാക്കാറുണ്ട്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ആ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ട് നല്ല വാർത്തയെന്നാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ. അത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഓർത്തുകൊള്ളുക, ഇതാകുന്നു എന്റെ സുവിശേഷമെന്ന് പൗലോസ് പറയുവാനായിട്ടിടയായി. അതാണ് സുവിശേഷം. ആ സുവിശേഷം അറിയിക്കുന്നത് അനുഗ്രഹമാണ്. അതുകൊണ്ട് ഈ നാളിൽ മറക്കേണ്ട, സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഞാൻ പറഞ്ഞല്ലോ, 3ാമത് ക്രൂശ് ചുമന്നത് കുറേനക്കാരനായ ശീമോനായിരുന്നു. അതുകൊണ്ട് അവന്റെ കുടുംബം മാത്രമല്ല മാറ്റിമറിക്കപ്പെട്ടത്, അവന്റെ കുഞ്ഞുങ്ങളും ദൈവത്തെ അറിയുവാനിടയായി. അവർ പിൽക്കാലത്ത് കർത്താവിൽ പ്രസിദ്ധന്മാരായ സുവിശേഷകരായി അനേകർക്ക് പ്രയോജനം ചെയ്യുന്ന ക്രിസ്തീയ നേതാക്കന്മാരായി അവർ മാറുവാനിടയായി. 4ാമതൊരു പ്രദേശം അത് നമ്മുടെ അരുമനാഥൻ ചുമന്ന ക്രൂശ്. ലൂക്കോസ് 23:32-33 വാക്യം. ദുഷ്പ്രവൃത്തിക്കാരെ വേറെ 2 പേരെ അവനോട് കൊല്ലപ്പെടേണ്ടത് കൊണ്ടുപോയി. തലയോട് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. മതി പ്രിയപ്പെട്ടവരെ, തലയോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ അതിനെ കുറിച്ച് എഴുതി വെച്ചിരുന്നത്. പക്ഷേ അത് തലയോട്ടിയുടെ ആകൃതിയിലുള്ള ഒരു കുന്നായിരുന്നു. പിന്നെ കൊലയാളികൾ അല്ലെങ്കിൽ പാപം ചെയ്യുന്ന അല്ലെങ്കിൽ പാപികളായിട്ടുള്ള ആളുകൾ, കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ തലയോട്ടി കിടന്നൊരു സ്ഥലമായിരുന്നു അത്. 3ാമതൊരു ഭാഷ്യം കൂടുണ്ട്. ആദാമിന്റെ
അവന്റെ തലയോട്ടി കിടന്ന സ്ഥലമാണ് യേശുവിന്റെ ക്രൂശ് നാട്ടി എന്ന് പറയുന്നത്. ഇവിടെ അതെന്തുമാകട്ടെ ആ 3 ഭാഷ്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്തുമാകട്ടെ, എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ് അമീൻ കുറേനക്കാരനായ ശിമോൻ ക്രൂശ് ചുമന്ന് അവൻ വീട്ടിലേക്ക് പോയി. അവൻ രക്ഷിക്കപ്പെട്ടു, അവൻ ദൈവവേദനായി തീർന്നു, അവന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു, അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെട്ടു. അവനിലൂടെ അനേകരെ ദൈവത്തെ കണ്ടുമുട്ടുവാനിടയായി തീർന്നു. എന്നാൽ 4ാമത് ക്രൂശ് ചുമന്നത് നമ്മുടെ അരുമനാഥനായ യേശു. ധ്യാനിക്കണം. കർത്താവ് നമുക്കായി ദൈവഭക്തിയും മനുഷ്യ സ്നേഹവും നിമിത്തം എന്റെ കർത്താവിന് ക്രൂശ് ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്തതായി തീർന്നു. കർത്താവ് എന്തിനാ ക്രൂശ് ചുമന്നത്? പിതാവാം ദൈവത്തോടുള്ള ദൈവഭക്തി. ഹല്ലേലൂയ. മാത്രമല്ല മനുഷ്യ സ്നേഹം. എന്താ മനുഷ്യ സ്നേഹം? ഒന്നാം ആദാമായിരിക്കുന്ന ആദാം പാപം ചെയ്ത് സകല മനുഷ്യരും പാപത്തിന് അധീനരായിരുന്നപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ എന്റെ യേശു, എന്റെ കർത്താവ് ഭൂമിയിലേക്ക് മനുഷ്യനായി പരിശുദ്ധാത്മാവിനാൽ ആമേൻ ജന്മമെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാ ജന്മമെടുത്ത്? ഞാൻ പറഞ്ഞല്ലോ, പിതാവാം ദൈവത്തിന്റെ തന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിക്കാനുള്ള പിതാവാം ദൈവത്തോടുള്ള ദൈവഭക്തി. 2, നമ്മൾ കണ്ടത് മനുഷ്യരോടുള്ള സ്നേഹം. അതുകൊണ്ടാണ് പറയുന്നത് 2ാം ആദാം ആമേൻ 1-ാം ആദാം പാപം ചെയ്തപ്പോൾ 2-ാം ആദാം പാപം കൂടാതെ ആമേൻ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായി കാൽവരിയിൽ അവൻ ജീവത്യാഗം ചെയ്തു. മറന്നു പോകരുത്. 1 പിതാവാം ദൈവത്തോടുള്ള ദൈവഭക്തി, 2 എന്നോടും നിങ്ങളോടുള്ള മനുഷ്യ സ്നേഹം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവിന് കുരിശ് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒന്നായി മാറി. അത് മറ്റുള്ളവരെ പ്രതി അവൻ ഏറ്റെടുത്തു. ക്രിസ്തുവിന് വേണ്ടി ക്രൂശ് വഹിച്ച ഒരു ശിഷ്യനെയും അതിന്റെ ഭാരം തകർത്ത് കളഞ്ഞിട്ടില്ല. നോക്കിയേ, ഒരു ഭക്തൻ എഴുതിയിരിക്കുക, ക്രിസ്തുവിന് വേണ്ടി ക്രൂശ് വഹിച്ച ഒരു ഭക്തനെയും അതിന്റെ ഭാരം തളർത്തി കളഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മള് ക്രൂശ് ചെറിയ ക്രൂശുകൾ വഹിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നാൽ വലിയ ക്രൂശ് വഹിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്നെ അവൻ തളർത്തി കളയത്തില്ല. കാരണം ഈ ക്രൂശ് നമ്മുടെ കർത്താവ് ഒറ്റയ്ക്ക് ചുമന്നവനാ കാൽവരി വരെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം വഹിക്കുന്ന ഏത് ഭാരത്തിന്റെയും കീഴിൽ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവുണ്ട്. കർത്താവിന്റെ കരങ്ങളുണ്ട്. അപ്പം ഭാരങ്ങളും പ്രയാസങ്ങളും അവൻ മാറ്റിത്തരുന്ന ഒരു ദൈവമാ. ഈ ഭൂമിയിൽ എനിക്ക് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സോളം നമ്മളെ നടത്തുവാൻ തക്കവണ്ണം അവൻ നമ്മുടെ വലങ്കരത്ത് പിടിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നെങ്കിൽ നല്ലതാണ്. ഞാൻ കഴിഞ്ഞ വർഷം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം കൂടെ ഓർപ്പിച്ച് അവസാനിപ്പിക്കും. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുക. 2 ദേവാലയങ്ങളിൽ കടന്നു പോകുവാനായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമേൻ. പറയേണ്ടത് മാത്രം പറയാനുള്ള കൃപ തരേണ്ടതിന് ഈ ഓൺലൈനിലൂടെ കേൾക്കുന്നവർ പ്രാർത്ഥിക്കണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുക. അമേൻ. ഞാനിവിടെ പറയുകയാണ്. അമേൻ. 1860 ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു രാഷ്ട്രീയ വിപ്ലവം ഉണ്ടായി. അത് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യം ഓർത്ത കാര്യം ഞാൻ ഓർപ്പിച്ചു പോകാം. അമേൻ. നമുക്കറിയാം, അമേൻ, 2 കള്ളന്മാർ ഇടത്തും വലത്തുമായി. അമേൻ. നാളെ അമേൻ നമ്മളത് ധ്യാനിക്കുവാൻ പോകുകയാണ്. ഇടത്ത് കിടക്കുന്ന കള്ളൻ പറയുന്ന കാര്യവും വലത്ത് കിടക്കുന്ന കള്ളൻ പറയുന്ന കാര്യങ്ങളും ഒക്കെ നമ്മൾ ആമേൻ ഗദ്യ രൂപത്തിലൊക്കെ നമ്മൾ ധ്യാനിക്കാറുണ്ട്. എത്ര പേർക്ക് ഇതിന്റെ അർത്ഥം അറിയാമെന്ന് എനിക്ക് അറിയില്ല, എന്നാൽ നമ്മൾ ധ്യാനിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ നോക്കണം, ഇടത്ത് കിടന്ന കള്ളനെ കുറിച്ച് അല്പമായി നമ്മൾ ചിന്തിച്ചതാ. എങ്കിലും ദൈവാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് അത് ഓർപ്പിച്ച് ഞാനൊരു സംഭവം കൂടെ ഓർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. സമയം വേഗത്തിൽ പോകുന്നല്ലോ. അപ്പൊ ഇവിടെ ഇടത്ത് കിടക്കുന്ന കള്ളന് അവനൊരു പ്രത്യേകതയുണ്ട്. അവനെ കുറിച്ച് പറയുമ്പോൾ എന്റെ യേശു അതേ പാരമ്പര്യത്തിൽ പറയുന്ന ഒരു രഹസ്യമുണ്ട്. എന്താണെന്നറിയാമോ? യേശുവിനെയും കൊണ്ട് അമ്മയും യോസഫും ആ മരുഭൂമിയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഈ 2 കള്ളന്മാർ അവർക്ക് എതിരിട്ടുവെന്ന് പാരമ്പര്യം പറയുകയാണ്. അപ്പൊ എതിരിട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അമേൻ. അവരുടെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കാനാ കടന്നു വന്നത്. അപ്പൊ ഈ വലത്ത് കിടന്ന കള്ളൻ പറഞ്ഞു, എടാ, ഇന്ന് നമ്മൾ ഇവരെ അങ്ങ് വെറുതെ വിട്. അപ്പൊ അവരോട് വലത്ത് ഭാഗത്തെ കള്ളന് ഒരു ദയ തോന്നി. അപ്പം അല്പവേലും ദയുള്ളവരെ മാനസാന്തരപ്പെടുള്ളൂ.
കഠിന ഹൃദയമുള്ളവൻ മാനസാന്തരപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിലെത്തണം. അപ്പൊ അവനൊരല്പം മനസ്സ്, അതുകൊണ്ടാണ് നിങ്ങളെ കഠിന ഹൃദയമുള്ള ഇടത്ത് ഭാഗത്തെ കള്ളനെ നമ്മൾ കണ്ടത്. നീ കഠിന ഹൃദയമുള്ളവനാണെങ്കിൽ നിന്റെ ഹൃദയം കല്ലുപോലെ അലിയിക്കുന്ന വചനമാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവ് എനിക്ക് നിനക്കും വേണ്ടി കാൽവരിയിൽ മരിച്ചു എന്ന് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ നീ അവന്റെ പ്രിയ മകനായി തീരുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ കാണണം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇടത്ത് ഭാഗത്തെ കള്ളന് യാതൊരു പ്രായശ്ചിത്വവും യാതൊരു പാപബോധവുമില്ല. അവൻ മുൻപോട്ട്, നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചവനെ മുന്നോട്ട് വിടുകയാണ്, നാം മുന്നോട്ട് പോകുകയാ. എന്നാൽ വലത്ത് ഭാഗത്തെ കള്ളനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അവന് അന്ന് പറഞ്ഞു ഇവരെ അങ്ങ് വെറുതെ വിട്ടേരെ. എന്നിട്ട് അവനൊരു വ്യവസ്ഥ വെച്ചു. വ്യവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് ആരെയെല്ലാം കവർച്ച ചെയ്തോ, ആരെയെല്ലാം പിടിച്ചു പറിച്ചോ, എനിക്കൊരു പൈസ പോലും വേണ്ട, അത് മുഴുവൻ നിനക്ക് തന്നേക്കാം. അപ്പം മറ്റേ ഇടത് ഭാഗത്തെ കള്ളൻ സമ്മതിച്ചു. നോക്കിയേ, വലത്ത് ഭാഗത്ത് കിടന്ന കള്ളന് പിതാക്കന്മാർ പേര് രേഖപ്പെടുത്തിയിട്ട് ഡെസ്മാസ് എന്ന കള്ളനായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഈ ഡെസ്മാസിനെ കുറിച്ച് വേറെ വിഷയമായിരുന്നു. പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു, അങ്ങനെ ഇവിടെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഡെസ്മാസ് എന്ന് പറയുന്ന കള്ളനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കന്യമറിയാമിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഞാൻ മുൻപോട്ട് പോകട്ടെ. വലത്ത് ഭാഗത്തെ കള്ളന് അവന് പാപബോധമുണ്ടായി, പശ്ചാത്താപമുണ്ടായി. ഇടത്ത് ഭാഗത്തെ കള്ളൻ അവനങ്ങ് ശപിക്കുകയാണ്. എന്നിട്ട് അവന് കർത്താവിനോടൊരു കാര്യം പറയുന്നുണ്ട്, നീ ദൈവത്തിലാണ്, ക്രൂശിൽ നിറങ്ങി പോ, എന്നിട്ട് നിന്നെ രക്ഷിക്കാതെ. അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നു, നിന്നെ രക്ഷിക്ക്, എന്നിട്ട് നീ ഞങ്ങളെ രക്ഷിക്കുക. എന്നിട്ട് ഇവന്റെ ആഗ്രഹം എന്നാ, പിന്നെ മോട്ടിക്കാൻ പോകാൻ. അവൻ ഒരേ ആഗ്രഹമുള്ളൂ, പിന്നെ മോട്ടിക്കാൻ പോകണം. ദൈവത്തിന്റെ സഹോദരം, കർത്താവ് കാൽവരിയിൽ അവസാന നിമിഷം വരെയും നമുക്ക് വേണ്ടി ആ കഷ്ടത സഹിച്ചത് സകല മാനവ ജാതിയുടെയും സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഏതെങ്കിലും കാലത്ത് ഈ വീഡിയോ കേൾക്കുന്നുവെങ്കിൽ, നീ മടങ്ങി വന്നാൽ നിനക്കൊരു നിത്യത, ഒരു സ്വർഗരാജ്യം, ഒരു ഭവനം അവൻ ഒരുക്കി നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ആ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ നിമിഷം വലത്ത് ഭാഗത്തേക്കാണ് പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരിക്കണം. നമ്മൾ ചിന്തിച്ചു, ഞാനത് പറഞ്ഞില്ല, നമ്മൾ ചിന്തിച്ചു, നീ മിണ്ടാതിരിക്കുക. ഇവൻ ഒരു പാപം ചെയ്യാതെ ഇവൻ ഈ ശിക്ഷ അനുഭവിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്തിട്ട് ഈ ശിക്ഷ അനുഭവിക്കുക. എന്നിട്ട് പിന്നെ അവന്റെ മുഖത്ത് നോക്കുക, സമയം പോകും. വളരെ കുറച്ച് സമയമുള്ളൂ അവന്റെ ജീവിതത്തിൽ. അവന് മെസ്സിയാന്ന് ബോധ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് പിന്നെ അവനെ മൈൻഡ് ചെയ്യുന്നില്ല. അവൻ നേരെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, കാൽവരിയിൽ തലചായ്ച്ച് കിടക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്റെ കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുമ്പേ കണ്ടു, നീയും നിന്നോടുകൂടെ പർദീസയിൽ. എനിക്ക് സമയം പോയല്ലോ, ഞാനതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ നോക്കി, അവനും പർദീസയിൽ, സ്വർഗീയ പർദീസയിൽ അവന്റെ ആത്മാവ് വിശ്രമിക്കുക. വലത്ത് ഭാഗത്തെ കള്ളൻ, ഇടത്ത് ഭാഗത്തെ കള്ളൻ അവന് അധമ പാതാളത്തിൽ കിടക്കുക. എന്തിനാണെന്നറിയാമോ? അവന് ഇനിയൊരു ന്യായവിധി ഉണ്ട്. അത് 1007 വർഷം കഴിഞ്ഞ്, കർത്താവ് വന്ന് പോയ ശേഷം 1007 വർഷം കഴിഞ്ഞ് അവന് ന്യായവിധിയുള്ളൂ. അങ്ങനെ മരിച്ചിട്ടുള്ള ആളുകളെല്ലാം കിടക്കുന്നത് എവിടെയാ? അധപാതാളത്തില. അവർ പാതാളത്തിൽ കിടക്കുക, അധപാതാളത്തിൽ കിടക്കുക. ദൈവത്തിന് സ്തോത്രം. അതോ നമുക്ക് അധപാതാളത്തിൽ തന്നെ കിടക്കുന്നതാണ് ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ജീവിച്ചു. 50-ാം ദിവസം കുപ്പി പൊട്ടിച്ചു, ഒരു കുഴപ്പമില്ല. നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. ഇതുവരെ ഞാനും നിങ്ങളും കർത്താവിനായി ഒരുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ 50-ാം ദിവസം അവൻ വീണ്ടും പാപത്തിലേക്ക് പോയാൽ, അന്ന് നീ മരിച്ചു പോയാൽ ഈ ഇടത്ത് ഭാഗത്തെ കളന കിട്ടുന്ന അതേ അനുഭവം തന്നെ ആയിരിക്കും എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, 1860 യൂറോപ്യൻ രാജ്യത്ത് ഒരു രാഷ്ട്രീയ വിപ്ലവം ഉണ്ടായി. 40 ആളുകൾ പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അവർ 40 പേരെയും വെടിവെച്ച് കൊല്ലുവാൻ അവരുടെ കൈ പുറകോട്ട് കെട്ടി 40 പേരുടെയും മുൻപിൽ ഓരോ സോൾജിയേഴ്സിൽ നിന്ന് ഓർഡർ ലഭിക്കുമ്പോൾ വെടിവെച്ച് കൊല്ലുവാനായിട്ട് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ ആ സൈന്യാധിപൻ ഓർഡർ കൊടുക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഒരു കുതിരയുടെ കുളമ്പടി ശബ്ദം അവരുടെ കാതുകളിൽ കർണപുടങ്ങളിൽ കേൾക്കുവാനിടയായി. അപ്പൊ അവർ വിചാരിച്ചു എന്താണെന്ന് നോക്കാം, അത് കഴിഞ്ഞിട്ട് അങ്ങ് വെടിവെക്കാം എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിലായി രാജാവ് പടയാളിയെ പറഞ്ഞു വിട്ടിരിക്കുന്നതായിരിക്കുമെന്ന് കരുതി അവരങ്ങോട്ട് നോക്കിയപ്പോ ഒരു മനുഷ്യൻ വേഗത്തിൽ കുതിരപ്പുറത്ത് വന്ന് ഈ സൈന്യാധിപന്റെ അടുക്കൽ നിന്നിട്ട് ഇങ്ങനെ ഒരു എഴുത്തു കൊടുത്തു: ഈ 30 പേരെ 10 പേരെ കൊല്ലുക, 30 പേരെ നിങ്ങൾ ചീട്ടിട്ട് വെടിവെക്കുക എന്ന് പറയുവാനായിട്ടിടയായി. അപ്പൊ ഉടനെയകം 40 പേരുടെയും പേരെഴുതി, ഓരോരുത്തരും എടുത്തു. അപ്പോ ആ പേര് കിട്ടുന്നവരെല്ലാം വെടിവെച്ചു. 30 പേര് ആ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സൈഡിൽ നിൽക്കുകയാണ്. പിന്നെ ശേഷിക്കുന്ന 10 പേരാ. ആ 10 പേര് അവരുടെ നേരെ കാഞ്ചി വലിച്ചില്ല, കാഞ്ചി അല്ലെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. നിൽക്കുമ്പോൾ സൈന്യാധിപൻ ഓർഡർ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഈ സമയം 10 പേർക്കും മരണം ഉറപ്പാണ്, ഇനിയൊരു വിടുതലില്ലെന്ന് മനസ്സിലായി. എന്നാൽ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: എന്റെ അമ്മയ്ക്ക് മകനാ ഞാന്, നമ്മുടെ കർത്താവ് ഏകജാതനായ പുത്രന എന്ന് പറഞ്ഞതുപോലെ അവൻ പറഞ്ഞു: എന്റെ അമ്മയ്ക്ക് ഏകജാതനാ ഞാൻ. മാത്രമല്ല എന്റെ അമ്മ രോഗിയാണ്. എന്റെ അമ്മയെ സഹായിക്കാൻ ആരുമില്ല. എന്നെ കൂടെ വിടുവിക്കുമോ, എന്നെ കൂടെ രക്ഷിക്കുമോ, ആ 30 പേരുടെ കൂട്ടത്തിൽ എന്നെ കൂടെ വിടുമോ എന്ന് അദ്ദേഹം ഇങ്ങനെ ചോദിക്കാനായിട്ടിടയായി. ഈ സൈന്യാധിപന്റെ മനസ്സറിഞ്ഞു. പക്ഷെ രാജാവിന്റെ കൽപ്പനയെ 10 പേരെയും വെടിവെച്ചേ മതിയാകത്തുള്ളൂ. ഉടനെ ഈ 30 പേരിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് ബില്ലിലേയർ എന്നാണ്. ബില്ലിലേയർ. ആ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു: അവന്റെ അമ്മയുടെ കാര്യം കഷ്ടമാ, അമ്മയ്ക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. അവൻ മരിച്ചാൽ ആ അമ്മയുടെ ജീവിതം വളരെ കഷ്ടത്തിലാകും. ആ മനുഷ്യന് ഇങ്ങനെ ആ സൈന്യാധിപന്റെ കാലിൽ പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു: എന്റെ അമ്മയ്ക്ക് 5 മക്കളുണ്ട്, 5ാമത്തെ ഏറ്റവും ഇളയ മകനാ ഞാന്, 5ാമത്തെ മകനാ. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ അമ്മയെ ബാക്കി 4 മക്കളും നോക്കിക്കോളുമെന്ന് പറഞ്ഞു. ഉടനെ ദൈവനിരയ സൈന്യാധിപൻ: നീ സത്യമായിട്ടാണോ ഇത് പറയുന്നത് ചോദിച്ചു. അതെ, ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്. ആ പരാതി പറഞ്ഞ മനുഷ്യനെ അവിടുന്ന് മാറ്റിയിട്ട് ഈ ബില്ലിലേറിനെ അവിടേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് കാഞ്ചി വലിച്ചു. ആ നിമിഷത്തിൽ 10 പേരും അവർ മരണത്തിന് അധീരരായി തീർന്നു. ആ നിമിഷത്തിൽ ഈ മനുഷ്യന് സഹിക്കാൻ കഴിഞ്ഞില്ല, വിടുവിക്കപ്പെട്ട മനുഷ്യന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വിട്ടതിലെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഓ ബില്ലിലേർ, നീ എനിക്ക് വേണ്ടിയാണല്ലോ, നീ എനിക്ക് വേണ്ടിയാണല്ലോ, എന്നെ വിടുവിക്കേണ്ടതിനാണല്ലോ, നീ എന്നെ രക്ഷിക്കേണ്ടതിനാണല്ലോ നീ മരിച്ചതെന്ന് വിളിച്ചു പറയുവാനായിട്ടിടയായിട്ട്. ദൈവത്തിന് സ്വന്തം അവൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു. ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. നമ്മുടെ കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടിയല്ല അവൻ മരിച്ചത്, അവൻ സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിക്കുകയായിരുന്നു. ഇവിടെ ഇവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ബില്ലിലേർ അവന് പകരമായി മരിച്ചപ്പോൾ വിടുവിക്കപ്പെട്ടവൻ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. അത് അവന്റെ ജീവിതം അവസാനിക്കുമ്പോൾ അവൻ വീണ്ടും അവൻ നരകത്തിലോ സ്വർഗത്തിലോ പോകേണ്ടതായിട്ട് വരും. എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവ് മരിച്ചത് ആർക്ക് വേണ്ടിയാ? ആമേൻ. എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ശ്രോത്രം പറഞ്ഞു. വിശ്വസിക്കുന്നെങ്കിൽ വീണ്ടും കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ, ഈ ഓൺലൈനിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പറയുമ്പോൾ നമ്മൾ ആരായിത്തീരുവാന്നറിയാമോ? അവന്റെ മക്കളായിത്തീരുക. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം. ഞാൻ ഇത്രയും പ്രസംഗിച്ചപ്പോ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്ര വലിയ സ്നേഹം എന്നാണ്. അത് കാൽവരി ക്രൂശിലെ സ്നേഹമാണ്. അവൻ 3.5 വർഷക്കാലം യഹൂദന്മാരാൽ നിന്ദിക്കപ്പെട്ടവനായി ഒടുവിൽ 3.5 വർഷം പൂർത്തീകരിക്കുമ്പോൾ കാൽവരി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കുമായി അവൻ ജീവത്യാഗം ചെയ്തപ്പോൾ ആ ക്രൂശിലെ സ്നേഹം എത്ര വലുതാണ്. അതുകൊണ്ട് ക്രൂശിനെ നിന്ദിക്കാൻ ആർക്കും കഴിയില്ല. ആ ക്രൂശിലെ സ്നേഹത്തെ നിന്ദിക്കാൻ ആർക്കും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിലെ സ്നേഹമാണ് എന്നെയും നിങ്ങളെയും അവന്റെ പ്രിയ മക്കളാക്കി തീർത്തത്. എന്നെയും നിങ്ങളെയും കാൺമീൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ
ആ പിതാവ് വലിയ സ്നേഹം നൽകി നമ്മളെ വീണ്ടെടുത്തത്. അതുകൊണ്ട് റോമർ 8:10 ഇങ്ങനെ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വാഗം ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഒന്നും മുടക്കില്ല, ഒരു ചെലവുമില്ല. നമുക്ക് കർത്താവിന് വേണ്ടി ഒരു ചെലവുമില്ല. നീ ദൈവമകനായ ശേഷം ചെലവ് ചെയ്യണം. അത് നിനക്ക് സ്വർഗത്തില് കർത്താവ് ഒരുക്കുന്ന ഭവനത്തിന് വേണ്ടിയുള്ള പണി പൂർത്തീകരിപ്പാനാ. എന്നാൽ ഈ ദൈവമകനാകാൻ വേണ്ടി ഒരു ചെലവുമില്ല, അല്ലേ? അപ്പൊ നമ്മൾ ഓർക്കണം, ഒരു ചെലവില്ലാത്തൊരു കാര്യം. കൃപയാലല്ലോ വിശ്വാസം മൂലം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ പ്രവൃത്തി കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രവൃത്തി അവൻ രക്ഷിക്കപ്പെടുന്നതിന് കാരണമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. സ്തോത്രം. 91 രാത്രി മുട്ടമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് സംസാരിച്ച ഒരു ശബ്ദമുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓ, അന്ന് രാത്രി എന്റെ ഹൃദയത്തിലേക്ക്, ഈ വലത്തു ഭാഗത്ത് കിടന്ന കള്ളന്റെ ഹൃദയത്തിലേക്ക് ഒരു പ്രകാശരശ്മി പോലെ അവന്റെ ഹൃദയത്തിൽ സന്തോഷം വന്നതുപോലെ ഈ ശബ്ദം കേട്ടപ്പോൾ ഒരു സന്തോഷം അന്നുണ്ടായി. 91 ഒക്ടോബർ 11 ആമേൻ, ഹല്ലേലൂയ. അന്നത്തെ ദിവസം എന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിച്ചു, ഞങ്ങളുടെ കുടുംബത്തെ മാറ്റിമറിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാറ്റിമറിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ കഴിഞ്ഞ 32 വർഷമായി ദൈവം ഭാഗ്യം തന്നു. നന്ദിയോടെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ന് പറഞ്ഞത് 4 കുരിശ് ചുമന്നു, 4 പേർ കുരിശ് ചുമന്നു. 4 പേരുടെയും ചിന്തകളും അവരുടെ വാക്കുകളും വ്യത്യസ്തമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഈ 4 കുരിശ് ചുമന്നതിൽ അവൻ 2 പേർ രക്ഷപ്പെട്ടു. ആരാ? കുറേക്കാരനായ ശിമോനും വലത്ത് ഭാഗത്ത് കിടക്കുന്ന കള്ളനും. ആളുകളൊക്കെ വെറുതെ ഇങ്ങനെ തർക്കിക്കും, വലത്ത് ഭാഗത്ത് കിടന്നെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? എന്തായാലും ഇടത്തും വലത്തും കള്ളനെ ക്രൂശിച്ചു എന്നുള്ളത് നീ വിശ്വസിക്കുന്നെങ്കിൽ നീ അന്ന് വിശ്വസിക്കുക വലത്ത് ഭാഗത്തുണ്ടായിരുന്നെന്ന്. എന്തിനെ ആവശ്യമില്ലാത്ത തർക്കം വെച്ച് ക്രിസ്തീയ ബോധത്തില് ക്രിസ്തു മതത്തെ അധിക്ഷേപിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. നമ്മളൊരു കുറിവാക്യം വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും മറന്നുപോയി. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 22:12 ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, യേശുവേ വരണമേ. ആ മാത്രമായി ഉൽപ്പത്തി 22 പറയും. വെളിപ്പാട് അതേ, ഞാൻ വേഗം വരുന്ന ചെയ്യുന്നു. ആമേൻ, കർത്താവായ യേശുവേ വരണമേ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം എത്ര വാക്യമാണ്? 20-ാമത്തെ വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ ആരാ? യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഈ വെളിപ്പാട് പുസ്തകത്തെ വായിക്കണം, അത് വായിക്കാതിരിക്കരുത്. അവിടെ പറയാം, ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരും. അപ്പം ക്രിസ്തു അല്ലാതെ ആരാ വേഗം വരുന്നത്? പലരും പലതും പറയുന്നുണ്ടെങ്കിലും എന്റെ യേശു വേഗം വരുന്നു എന്നല്ല ചെയ്യുന്നു. അപ്പൊ ഉടനെ നമ്മുടെ പ്രതിനിധിയായി ആരുണ്ട്? യോഹന്നാനുണ്ട്. യോഹന്നാൻ പറയുക, ആമേൻ യേശുവേ, ആമേൻ കർത്താവായ യേശുവേ വരണമേ. ആമേൻ കർത്താവായ യേശുവേ വരണമേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് വരാതായി. കണ്ണുകളേക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ഇവിടെ വന്ന നിമിഷം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് സംസാരിക്കുകയും നാളത്തെ ദിവസം ഞങ്ങളുടെ ഗുഡ് ഫ്രൈഡേയാ. ഞങ്ങൾക്ക് വീണ്ടെടുക്കാൻ കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നവൻ, അതിന്റെ ഓർമ്മയെ ഞങ്ങൾ കൊണ്ടാടുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും കാലങ്ങളായി അനേകരുടെ ജീവിതത്തെ മാറ്റിമറിച്ച, അനേകരുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തിയ ആ ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം ഞങ്ങളെയും വിടുവിച്ചതിനായി സ്തോത്രം. ആ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം. കർത്താവേ, അന്ത്യം വരെയും ഞങ്ങളുടെ ക്രൂശെടുത്തുകൊണ്ട് നിന്നെ അനുഗമിപ്പാൻ
ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ ഭൂമിയിലുള്ളവരല്ല, ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. ആ സ്വർഗീയ പൗരത്വം നേടിത്തന്നത് ഞങ്ങളുടെ അരുമനാഥനായ ക്രിസ്തുവാണ്. യേശു കർത്താവ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ ആ പുത്രനിൽ വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? നിത്യജീവനുണ്ട്. അവനൊരു നാളും നശിച്ചു പോവുകയില്ല. ആ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ നീ വഴിക്കിട്ടുള്ളത് കൊണ്ട് സ്വന്തം ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തിനും അത് അനുഭവമാകുവാനും ആരെങ്കിലും അനുഭവത്തിലില്ലാത്തവരും അനുഭവത്തിലേക്ക് കടന്നു വരുവാനും സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്വത്രം യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയായി വിനയമായി ചോദിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ഞങ്ങളുടെ ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാഗ്യങ്ങളോട് ക്ഷമിക്കണമേ. പ്രവേശിപ്പിക്കരുത്. രാജ്യശക്തിയും മഹത്വവും ഇതേക്കുണ്ടാവുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവേദനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ച് വഴികൊടുക്കുന്ന ശുദ്ധമായ സംബന്ധം അടുത്ത വ്യാഴാഴ്ച നമ്മുടെ കൂടി വരികയും നമ്മൾ കേട്ട എല്ലാ വചനങ്ങളോടും കൂടെ എല്ലാ കാര്യങ്ങളോടും കൂടെ ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ.